Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ ദാ നമ്മളെല്ലാവരെയും ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ചേർത്തിരുത്തിയിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ ഈ ശുശ്രൂഷയിൽ ദാ ചേർത്തിരുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമാവണ്ണം എൻ്റെ മേലും നിങ്ങളുടെ മേലും കൃപ ചൊരിയാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കും. എന്നാൽ ഒരല്പസമയം ദൈവസന്നിധിയിൽ നന്നായി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്ന എല്ലാവരും തന്നെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ ജീവിത അവസ്ഥ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കണം, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് കടന്നു പോകുന്ന തകർച്ചകളിൽ സംസാരിക്കും. എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കൂ, ഈ ശുശ്രൂഷ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. ഈ കിങ്ഡം ഓഫ് ഗോഡ് ദൈവം ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി നമ്മൾ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഓ ദൈവത്തിൻ്റെ ശക്തിയെ, അത്ഭുത ശക്തിയെ ഈ കൂടാരത്തിലേക്ക് ശുശ്രൂഷ സമയത്തേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ചേർന്ന് നമുക്ക് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് നിങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ കയ്യൊക്കെ ഒന്ന് അടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. സന്തോഷത്തോടെ കയ്യൊന്ന് അടിച്ചേ. ആമേൻ. വലിയൊരു ആത്മീയ പകർച്ച, പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടുകയാണ്. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ. ആമേൻ. ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗശക്തിയെ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ. ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി ചേർന്ന് പാടിക്കേ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ. ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ അഗ്നിയെ, സ്വർഗീയത്തിയെ ആമേൻ. ഇറങ്ങി എന്നിൽ വാ. ഇറങ്ങി എന്നിൽ വാ. ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി. കൈകൾ ഉയർത്തി കൈയടിച്ചേ. ചേർന്ന് ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ. ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ. ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ മഴ പോലെ പെയ്തിറങ്ങണമേ. പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടിക്കേ. മഴ പോലെ, പോലെ പെയ്തിറങ്ങി വാ. ഓ പരിശുദ്ധാത്മാവേ, പോലെ പെയ്തിറങ്ങി വാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും ഒരു കാരണവശാലും തിന്മ തൊടാതിരിക്കാൻ ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ സൗഖ്യവും വിടുതലും സംഭവിക്കപ്പെടുവാൻ കൈകൾ ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹാലേലുയാ, ഹാലേലുയാ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത്
നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വലിയ ദൈവാനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പിക്കൊണ്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്തൊക്കെ ആരൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് വിളിച്ചേ. എന്നിട്ട് അവരോട് അവരുടെ മുഖത്ത് നോക്കി നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ച് അവരോടൊന്ന് പറയൂ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. നമ്മൾ തുടർന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകാൻ പോവാണ്. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയം സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുക്കണം, നോട്ട് ബുക്കൊക്കെ എടുത്ത് ചില കാര്യങ്ങൾ, ചില വചനങ്ങൾ ആത്മീയമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുതകരമായ ദൈവിക വചനം, അത് സഭാപ്രസംഗകന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം തിരുവചനമാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം, ബൈബിളും തുറന്നതെന്ന് കണ്ടുപിടിക്കാവോ? ഒരു കുഞ്ഞു വചനമാണ്, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീയ സത്യം. സഭാപ്രസംഗകന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം തിരുവചനം. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്നറിയാവോ? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിശ്ചയമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണം എന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. വേറെ ഒരു കാര്യവും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഈ കാര്യം നല്ല ഉറപ്പാ. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഈ മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഭാപ്രസംഗകന്റെ ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കണം. പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നു, കൊറോണയ്ക്ക് ശേഷമുള്ള ജീവിത നിലവാരം പലതരത്തിൽ മാറ്റപ്പെട്ടു. അതിലേറ്റവും വലിയ മാറ്റം എന്തെന്നറിയോ? മരണം. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലും ജീവിതാവസ്ഥകളിലുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ ചിലരുടെയൊക്കെ പെട്ടെന്നുള്ള വേർപാടുകൾ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന ചില മരണങ്ങളൊക്കെ കാണുമ്പോൾ ഞെട്ടലാണ്. കാരണം ഇതെന്തേ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു മരണം എന്നിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ ഒരു വികാരിയച്ഛൻ വിതുമ്പിക്കൊണ്ട് സങ്കടപ്പെട്ട് അച്ഛൻ പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ മരണങ്ങൾ നടക്കുന്നു, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ പിന്നീട് ഈ വികാരിയച്ഛനോട് സംസാരിച്ച് വന്നപ്പോൾ ഈ അച്ഛൻ പറയുക, ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള കുറേ മരണങ്ങളെക്കുറിച്ച് ഒരു സർവേ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഈ മരണങ്ങളൊക്കെ എടുക്കുമ്പോൾ 80, 90, 100 വയസ്സും തികഞ്ഞവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് 30, 40 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരായ ആരോഗ്യമുള്ളവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളവരുടെയൊക്കെ ചില മരണങ്ങൾ. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞ എന്നാന്നറിയോ? ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് കുറേ സ്ത്രീകൾ, ചെറുപ്പക്കാരായ സ്ത്രീകളുടെ സൈലന്റ് അറ്റാക്ക്. നമുക്കറിയാം, പൊതുവേ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് പൊതുവെ പുരുഷന്മാർക്കല്ലേ? പൊതുവെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പലരുടെയും ചിന്ത. എന്നാൽ അച്ഛൻ പറയാണ്, സ്ത്രീകളുടെ ഇടയിൽ ഹൃദയാഘാതം, സൈലന്റ് അറ്റാക്കിൻ്റെയൊക്കെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് അച്ഛൻ വ്യക്തിപരമായിട്ടൊരു പഠനത്തിലൂടെ കടന്നു പോവുകയാണ്. അച്ഛൻ അതുകൊണ്ട് പറഞ്ഞത്, പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മരണം എന്നൊരു യാഥാർത്ഥ്യം
പല വിധങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജീവിതത്തിൽ മരണം നേരിട്ട് കണ്ടിട്ടുള്ളവർ ഉണ്ടല്ലോ അല്ലേ? മരണം നേരിട്ട് കണ്ടിട്ടുള്ളവർ ഉണ്ട്. ഇനി ശവസംസ്കാര ശുശ്രൂഷയെങ്കിലും പങ്കെടുത്തിട്ടുള്ളവരല്ലേ നമ്മളിൽ പലരും? ഓരോ മരണവും ശുശ്രൂഷകളുമൊക്കെ പങ്കെടുക്കുമ്പോൾ വലിയ ഭാരം മനസ്സിലോട്ട് കടന്നു വരുമ്പോൾ നമ്മളെ കൃത്യമായിട്ട് ഈ മരണമെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വലിയ ഒരു യാഥാർത്ഥ്യം എൻ്റെ മേലും നിന്റെ മേലും ഉണ്ട് എന്നുള്ളതാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. നമ്മൾ അതിനെ അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും മരിക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന കാര്യം, പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? ഞാൻ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു സുന്ദരമായ പുസ്തകമാണ് നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും എന്നുള്ള ഒരു ചോദ്യം. ഈ പുസ്തകം എഴുതിയത് റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് നിനക്ക് വേണ്ടി കരയാനുള്ളത്? നല്ല ചോദ്യമാണ്. സാധിക്കുമെങ്കിൽ അടുത്തിരിക്കുന്നവരോടൊക്കെ ചോദിച്ചേ, നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും? ആര് കരയും? അല്ല, ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ മരിച്ചാൽ ആരാണ് നിനക്ക് വേണ്ടി കരയാനുണ്ടാവുക? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി കരയും, അല്ലേ? നമ്മുടെ കൂട്ടുകാർ കരയും, വീട്ടുകാർ കരയും. നമ്മുടെയൊക്കെ മനസ്സിലെ ചില ചിന്തകളാണ്. ആത്മാർത്ഥമായിട്ട്, എങ്ങനെ ആത്മാർത്ഥമായിട്ട് നിന്റെ മരണസമയത്ത് കരയുന്നത് ആരായിരിക്കും? വീട്ടുകാരുടെയൊക്കെ കരച്ചിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ. കാരണം നമുക്കൊക്കെ പലരുടെയും മരണ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ എത്രത്തോളം ശക്തമായിട്ടൊക്കെ അവർ കരയും, എത്ര ദിവസം കരയും, അതിനുശേഷം എന്താണ് ജീവിതം എന്നൊക്കെ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ധ്യാനത്തിന് വന്നൊരു ചേച്ചി പറഞ്ഞത്, അച്ഛാ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല, ധ്യാനം കൂടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. അച്ഛാ ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അച്ഛാ ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വീട് പിന്നെ മുന്നോട്ട് ചലിക്കത്തില്ല. ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ ചിന്ത ശരിയാണോ? ഒരാഴ്ച ആ സഹോദരി ധ്യാനം കൂടി പോകാൻ നേരത്ത് ആ സ്ത്രീ എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ എന്നാന്നറിയോ? അച്ഛാ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് എൻ്റെ വീടിനൊന്നും സംഭവിച്ചില്ല. ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അച്ഛാ ഞാൻ മാറി നിന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനില്ലാത്തത് കൊണ്ട് വളരെ സന്തോഷത്തോടെ അവരവിടെ കഴിഞ്ഞു. ഇത് സത്യമല്ലേ എൻ്റെ പ്രിയരെ? നമ്മുടെയൊക്കെ പലരുടെയും ചിന്ത എന്താ? ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല, ഞാനില്ലെങ്കിൽ ചിലരൊന്നും ഉറങ്ങില്ല, ഞാനില്ലെങ്കിൽ എല്ലാവരുടെയും സന്തോഷം തീരും. വെറുതെയാണെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മുമ്പിൽ കരയാൻ ആരുണ്ടാവും? ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരു തമാശയാണേ. കേരളത്തിൽ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ പ്രദേശത്തിനൊക്കെ അടുത്തുള്ള ഒരു കുടുംബം, അത് അമേരിക്കക്കാരാണ്, വിദേശത്തുള്ളവരാണ്. കേട്ട കാര്യമാണ്, കണ്ടിട്ടില്ല. അമേരിക്കക്കാരാണ്. അപ്പോൾ അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ നാട്ടിലെത്തി. പക്ഷേ ഭയങ്കര ചൂടുള്ള സമയമായതുകൊണ്ട് അവർക്ക് വീട്ടിലും ചുറ്റുവട്ടത്തും ആ വീടിന് മുമ്പിൽ ഒരു പന്തലൊക്കെ ഒരുക്കി അവിടെയൊക്കെ വന്ന് ഈ ചൂടത്ത് നിൽക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ട്. അവരതുകൊണ്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി അവരൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത്. എന്നിട്ട് ശവസംസ്കാര സമയത്ത് ഈ ശവപ്പെട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കരയാൻ ആളില്ല.
കരയാൻ ആളില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നാമത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ ഭാരപ്പെടും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവര് അവിടെ വന്നിട്ട് കുറച്ച് പേരെ കരയാൻ ഏർപ്പാട് ചെയ്തു. അവർ കുറച്ച് 6 ബംഗാളികളെ ഏർപ്പാട് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ട് 3 പേര് ശവപ്പെട്ടിയുടെ ഒരു വശത്ത് അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നു. അവർ മാറി മാറി 1 മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് ഇരുന്ന് കരയുന്നു. മക്കള് അമ്മയുടെ ശവസംസ്കാര സമയത്തിരുന്ന് കരയാൻ പോലും കിട്ടുന്നില്ല. കാലം മാറിയെന്ന്. കാലത്തിൻ്റെ രീതികൾക്ക് വലിയ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം ഇതാണ്: നീ മരിക്കുമ്പോൾ ആര് നിനക്ക് വേണ്ടി കരയും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം നൽകുന്നൊരു ബലം എന്നാണെന്നറിയാവോ? അതായത് ഈ ഭൂമിയിലെ നിന്റെ ജീവിതം ഒരു മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, അതിനുശേഷവും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആയതിനാൽ ഈ ഭയപ്പെടേണ്ടതില്ലെന്ന്. സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പുഞ്ചിരിച്ച് ഈ ഭൂമിയോട് വിട പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തുകാരൻ റോബിൻ ശർമ്മ, അപ്പൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, റോബിനെ, എടാ, നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ട് ജനിച്ചു. നിനക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ചിരിച്ചു. ഇനി നീ മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കണം. നിനക്ക് ചുറ്റുവട്ടത്തുള്ളവർ കരയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. ആർസിലെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ മരിയ വിയാനി ആർസ് എന്ന് പറയുന്ന ദേശത്തേക്ക് പോകുമ്പോൾ വഴി അറിയത്തില്ലാത്തത് കൊണ്ടൊരു ഇടയർ ചെറുക്കനോട് ചോദിച്ചു, എടാ, നീ ആർസിലേക്കെന്ന ഈ പ്രദേശത്തേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? നീ ഈ വഴി പറഞ്ഞു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എവുപ്രാസ്യ അമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്താ? മരിച്ചാലും മറക്കില്ല കേട്ടോ. മരിച്ചാലും മറക്കില്ലെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷവും നിത്യം നിലനിൽക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിലെ ഒരു സിസ്റ്റർ, ഒരു പാവപ്പെട്ട സിസ്റ്റർ സിസിലിയ, ഈ സിസ്റ്റർ ലങ്സ് ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടക്കയിൽ നീണ്ട നാൾ ആശുപത്രിയിലായിരുന്നു. ഈ സിസ്റ്റർ മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ചിരിച്ചുകൊണ്ട്, അതായത് സന്തോഷത്തോടുകൂടെ മരിച്ച ഒരു വ്യക്തി. ഈ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? ഈ സിസ്റ്ററിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരൊക്കെ ചുറ്റുവട്ടത്തുണ്ട്, കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഈ സിസ്റ്ററിൻ്റെ അടുക്കെ ചെന്നാൽ അവർക്കെല്ലാവർക്കും നല്ല പുഞ്ചിരി ലഭിക്കും, പ്രകാശം ലഭിക്കും, ഭാരം മാറും. കാരണം സ്വർഗത്തെ കണ്ടുകൊണ്ട് അത്രമേൽ വിശുദ്ധമായിട്ട് ജീവിക്കാൻ ഈ സിസ്റ്ററിന് സാധിച്ചു. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം നിന്നോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഭാരപ്പെടാതെ മരിക്കാൻ സാധിക്കും. മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണം നമുക്കുണ്ട്. മരണത്തെ ഭയപ്പെടാനല്ല, മറിച്ച് ഒരു പുഞ്ചിരിയോടുകൂടെ നേരിടാനുള്ള കൃപ. തുടർന്ന് ആരാധന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ വലിയ അഭിഷേകത്തിന് വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തണം. നമുക്കൊരുമിച്ച് ഈ ആരാധനയിൽ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മരണഭയത്തെ മാറ്റി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തുന്നു. ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധനയുടെ സമയം സൗഖ്യത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ് മരണമെന്ന് നമ്മൾ പഠിച്ചു. ഇതാ ഈ ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മരണഭയം, മരണകരമായ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർ ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. സാധിക്കുന്ന എല്ലാവരും രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ആരുടെയെങ്കിലും, പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ വലിയ മരണഭയം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആരുടെയെങ്കിലും മരണം നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തതോ അങ്ങനെ തുടങ്ങി അനേക ദുഃഖങ്ങൾ, ഭാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ മേഖല എന്താണോ അതിപ്പോൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഓർക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ഈശോയാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ. ഈ ശുശ്രൂഷ സമയത്ത് രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ സകല ഭാരങ്ങളും സകല ദുഃഖങ്ങളും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്തേക്ക് കർത്താവിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി നൽകുന്ന വലിയൊരു സൗഖ്യമുണ്ട്. ആ സൗഖ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള മരണഭയത്തെ എടുത്തു മാറ്റണമേ. മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള കൃപ നൽകണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് ജീവനും മരണവും നാഥനും. കർത്താവെ, ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഈ ഗാനത്തിന്റെ വരികളൊന്ന് പാടിയൊന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അടിയനിതാ, അടിയനിതാ, ദേവാ, ദേവാ. ചേർത്ത് പാടിക്കേ. അടിയനിതാ, ദേവാ, അടിയനിതാ, അടിയനിതാ, ദേവാ, അടിയനിതാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ കാലാകാലങ്ങളായി അനുഭവിക്കുന്ന സകല ദുഃഖത്തിൻ്റെയും മരണഭയത്തിൻ്റെയും ഓർമ്മകളെ, അനുഭവങ്ങളെ യേശുവേ ഈ ശുശ്രൂഷ സമയത്ത് വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിക്കും സൗഖ്യം നൽകട്ടെ. കർത്താവെ, ഇതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തിയുടെ മേലും വ്യാപരിക്കുന്ന സമയം എല്ലാ ദൈവജനവും രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. അടിയനിതാ കർത്താവേ, അടിയനിതാ, ദേവാ, ഓ ദൈവമേ, അടിയനിതാ, ദേവാ, അടിയനിതാ,
അടിയനിതാ അടിയനിതാ ദേവാ, യേശുവേ. അടിയനിതാ. കരങ്ങൾ കൂപ്പി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ ഈശോ നിന്റെ മേൽ അത്ഭുതകരമായ ഒരു ആശീർവാദം നൽകി അനുഗ്രഹിക്കുകയാണ്. ഈ ആശീർവാദം മരണഭയമുള്ള സകലർക്കുമുള്ള വിടുതലിൻ്റെ ആശീർവാദമാണ്. വിശ്വസിക്കണം. കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ അപ്രകാരം ആരെങ്കിലും ഈ മരണഭയത്തിന് അടിമകളായിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി, അത്ഭുതകരമായ സൗഖ്യം ഇതാ സ്വീകരിക്കുന്ന സമയം ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനിതാ നാഥാ, അടിയനിതാ